ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ റീസെറ്റ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ആഴ്ചത്തെ എൻ്റെ റീസെറ്റ് റുട്ടീൻ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ ശനിയാഴ്ചകളിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് കുറച്ച് തിരക്ക് വന്നു, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൺഡേ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ പ്രകാരം നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട ശേഷം എന്തായാലും ഈ ആഴ്ചത്തെ റീസെറ്റ് റുട്ടീൻ നിങ്ങളെല്ലാവരും ചെയ്യണം. നമ്മുടെ റീസെറ്റ് റുട്ടീനിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ്ങിൽ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് കലണ്ടർ എടുത്ത് വെച്ചിട്ട് ആ ഒരാഴ്ചയിലെ ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടെന്ന് നോക്കി നമ്മൾ വെക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ട എന്തെങ്കിലും ഡേറ്റുകൾ അങ്ങനത്തെയൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു എക്സ്ട്രാ കാര്യം വീഡിയോയുടെ പ്ലാൻ തയ്യാറാക്കി വെക്കും. എന്തൊക്കെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ. അപ്പോൾ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവണം. എന്നാലാണ് നമുക്ക് അടുത്ത ആഴ്ച വീഡിയോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എഴുതിയൊക്കെ വെക്കും. ചില സമയത്ത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ സ്കിപ്പ് അടിക്കും, ഇല്ലെങ്കിൽ പറ്റാവുന്ന പോലെ അതൊക്കെ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രിഡ്ജും പാൻട്രിയും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ നോക്കുന്നത് മെയിനായിട്ടും മീൽ പ്ലാൻ ആ ഒരാഴ്ചയ്ക്കുള്ളത് തയ്യാറാക്കുകയും വേണം. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് ലിസ്റ്റിൽ അത് എഴുതാനും വേണ്ടിയിട്ടാണ്. ഫ്രിഡ്ജാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫ്രിഡ്ജിൽ ബാലൻസ് എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ടെന്ന് നോക്കുക. ആദ്യം എടുക്കേണ്ട പച്ചക്കറികൾ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കി അത് ഉപയോഗിച്ച് തീർക്കുക. അതിനുശേഷം മാത്രം പുതിയത് മേടിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അതനുസരിച്ച് എപ്പോഴും ഒരു ആഴ്ചയുടെ പകുതിക്ക് വെച്ചിട്ടൊക്കെയാണ് ഐറ്റംസ് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ വാങ്ങാറുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പാൻട്രിയിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഐറ്റംസൊക്കെ വാങ്ങേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക. എല്ലാ ആഴ്ചയും ഷോപ്പിങ്ങിന് പോകണമെന്നൊന്നുമില്ല. ചിലർ 2 ആഴ്ച കൂടുമ്പോൾ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസ് പോലെ ഇരിക്കും. വെജിറ്റബിളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിലൊക്കെ നമ്മൾ മേടിക്കുന്നവരുണ്ടാവും. അതനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലിസ്റ്റിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ പാൻട്രിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൽ പ്ലാനിങ് ആണ്. മീൽ പ്ലാൻ തയ്യാറാക്കാനായിട്ടൊരു പേപ്പറിൽ ഞാനിങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചിന്, ഇനി ഡിന്നർ സെപ്പറേറ്റ് വേറെ ചെയ്യണമെങ്കിൽ അത് എഴുതണം. സ്നാക്സ് ഐറ്റംസ് അത് എഴുതാം. അപ്പോൾ ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ചിനുള്ള സെയിം കറികൾ തന്നെയാണ് വൈകുന്നേരം ഉപയോഗിക്കാറുള്ളത്. വേറെ ഡിന്നറിന് സ്പെഷ്യലൊന്നും ചെയ്യാറില്ല. സ്നാക്ക് ഐറ്റംസാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ എഴുതുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം സ്നാക്സ് എഴുതുമ്പോൾ ഞാൻ കുറച്ച് ഓപ്ഷൻസ് ഇങ്ങനെ എഴുതി വെക്കുന്നുള്ളൂ. ഏത് ദിവസമാണ് ഏത് സ്നാക്ക് ഉണ്ടാക്കണമെന്ന് എഴുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചില ദിവസം എനിക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മക്കൾ വന്നിട്ട് എപ്പോഴും നോക്കുക സ്നാക്സിന് എന്താണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇത് എഴുതി ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ആ ദിവസം ആ ഐറ്റം അല്ലാണ്ട് ചിലപ്പോൾ എനിക്ക് നേരം കിട്ടാണ്ടാകുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ്. എന്താണ് ഇത് എഴുതിയത്, എന്താ ഉണ്ടാക്കാമെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഓപ്ഷൻസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിലേതെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ ഇട്ടാ. കാരണം കുട്ടികളല്ലേ, അവർക്ക് വരുമ്പോൾ അവർക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് സ്നാക്സ്. സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താണ് കഴിക്കാൻ കിട്ടുകയെന്നാണ് അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അത് എഴുതി വെച്ചതല്ലാത്ത വേറെ എന്തെങ്കിലും കാണുമ്പോൾ അവർക്ക് വിഷമമാണ്. ഇതല്ലേ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്, പിന്നെ എന്താ ഇത് ഉണ്ടാക്കാതിരുന്നതെന്ന് അവർ ചോദിക്കും. ഇതാണ് ലിസ്റ്റ് എഴുതി വെക്കുമ്പോഴുള്ളൊരു കുഴപ്പട്ടോ. കാരണം എല്ലാവരും വീട്ടിലുള്ളൊരു കാണാണ്. നമുക്ക് എന്തെങ്കിലും ഇതിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റുമ്പോൾ ചോദിക്കും എഴുതി വെച്ചതല്ലല്ലോ ഉണ്ടാക്കിയേക്കണേന്ന് പലപ്പോഴും ചിലപ്പോൾ ചോദിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതൊക്കെ എഴുതി വെച്ചു. സ്നാക്സിന് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും പലഹാരം തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഉച്ചയ്ക്ക് കറികൾക്ക് നമ്മൾ എടുക്കാറുള്ളത് വെജിറ്റബിളോ അല്ലെങ്കിൽ മുട്ട വെച്ചിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെയാണ്. മീൻ മേടിച്ചു തുടങ്ങിയിട്ടില്ല. മീൻ മേടിക്കുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ സൺഡേ മാത്രം നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാക്കും. അടുത്തത് ഞാൻ ഇതിലുള്ള ഐറ്റംസൊക്കെ നോക്കിയിട്ട് ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കാണ്. ഈ ഒരാഴ്ചയിലേക്ക് എനിക്ക് വലിയ കാര്യമായിട്ട് മേടിക്കാനില്ല. കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊന്നും അർജൻറ്റ് ഒന്നല്ല. അപ്പോൾ അതനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്ത് മേടിക്കുക പതിവ്. ലിസ്റ്റിങ് ഞാനിങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഫോണിലാണ് കൂടുതലും എപ്പോഴും എഴുതിയിടാറുള്ളത്. കാരണം ലിസ്റ്റൊക്കെ ചിലപ്പോൾ ഞാൻ എടുക്കാൻ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഫോണിൽ എഴുതിയിട്ടാൽ ഞാൻ എന്തായാലും ഫോൺ എൻ്റെ കയ്യിൽ പിടിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫോണിലാണ് ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതി വെക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് പോയാലും എൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരിക്കും. എനിക്ക് ഐറ്റംസ് എപ്പോൾ പുറത്ത് പോയാലും വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിംഗ് ലിസ്റ്റും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത് വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി ഏതെങ്കിലും ഒരു റൂം സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പ്രാവശ്യം വീടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എനിക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ സെൽഫ് കെയർ ചെയ്തിട്ട് ഞാനത് ചെയ്യണുള്ളൂ എന്ന്. ഞാനപ്പോൾ ഒരു ഫേസ് പാക്ക് എടുത്തിട്ട് അതൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് വെക്കണം. ഒന്നെങ്കിൽ 15 മിനിറ്റ് വെച്ച് ഇരിക്കുമ്പോൾ ഞാൻ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇരുന്നിട്ട് ചെയ്യണം എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഇത് ഫേസിലെ ഫുൾ ഡ്രൈ ആയിട്ടല്ലേ കഴുകി കളയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 15 മിനിറ്റ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് വെച്ചു. എന്തെങ്കിലും ഒരു സ്കിൻ കെയറോ അല്ലെങ്കിൽ ഹെയർ കെയറോ എന്തെങ്കിലും നിങ്ങൾ ഈ റീസെറ്റ് റുട്ടീൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുക. ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ, പിറ്റത്തെ 2 ആഴ്ച ഞാൻ മറന്നുപോയി പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യം ഓർമ്മിപ്പിച്ചത്. അത് മറക്കാതെ അത് ചെയ്തിട്ട് ബാക്കി പണികളെല്ലാം ചെയ്താൽ മതി.
ഫേസ് മാസ്ക് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞു 15 മിനിറ്റ് വെച്ച ശേഷം ഞാൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ദേ കണ്ണിൻ്റെ തടത്തിൽ ഈ ഒരു ഐ മാസ്ക്കാണ് വെച്ചിരിക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല തണുപ്പാണ് കണ്ണിന് കിട്ടുന്നത്, നല്ല റിലാക്സിങ് ആണ്. അതിനാണ് ഞാൻ മെയിനായിട്ട് വെക്കണേ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ എൻ്റെ സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ 6ാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാണ്. 6ാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് മീൽ പ്രെപ്പാണ്. അതായത് മീൽ പ്ലാനിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരാഴ്ചയ്ക്ക് ഭക്ഷണം വയ്ക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് നേരത്തെ കൂട്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കാം. ഞാൻ മെയിനായിട്ട് എപ്പോഴും പറയാറുണ്ടല്ലോ, കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വയ്ക്കുക ഒരാഴ്ചയ്ക്ക് വേണ്ടി. ഈ ഒരു ബോക്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഇങ്ങനെ പാർട്ടീഷൻ പോലെ ഇതിൻ്റെ അപ്പോൾ 2ആയിട്ട് ഇങ്ങനെ തിരിച്ച് നമുക്ക് വെക്കാം. ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് ഒരുപാട് കറികൾ കാച്ചുന്ന രീതിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണല്ലോ എല്ലാത്തിലും ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഇത് ഭയങ്കര ഉപകാരമാണ്. എനിക്കാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടമില്ല തിരക്ക് പിടിച്ച നേരത്തെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ നന്നാക്കി ബോക്സിലാക്കി വെക്കും. ഇനി ചിലരൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വയ്ക്കുന്നവരുണ്ട് കേട്ടോ, കറിയൊക്കെ വെക്കാനുള്ളത്. ഞാനങ്ങനെ ചെയ്യാറില്ല. ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയാണ് നമ്മുടെ 7ാമത്തെ സ്റ്റെപ്പ്. വീട്ടിലെ ഒരു റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് നമ്മൾ ആദ്യമേ തന്നെ ഈ മാസത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ എന്നിങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ബെഡ്റൂമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബെഡ്റൂം ക്ലീനിങ് ഒന്നിങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ്രോബ് അധികം ഇങ്ങനെ ഒതുക്കിയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിൽ അത് ഒതുക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചെയ്യാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, വാർഡ്രോബ് ഒതുക്കൽ ഞാനൊക്കെ സാധാരണ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒതുക്കാറ്. അതായത് അത് വൃത്തികേടാവുന്നതനുസരിച്ചാണ് ഒതുക്കുക. ഇപ്പോൾ ഒതുക്കിയിട്ട് 3 മാസം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വിചാരിച്ചു കൂടുതൽ ഫോക്കസ് ഇതിലേക്ക് കൊടുക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എൻ്റെ വാർഡ്രോബിലെ ഐറ്റംസൊക്കെ പുറത്തോട്ട് എടുത്ത് മൊത്തത്തിൽ അങ്ങോട്ട് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് പിന്നെ റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ക്ഷീണമാവും. രണ്ടും കൂടി ഒന്നിച്ചൊരു ദിവസം ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാം ഒതുക്കി തിരിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് നേരെ ഉണ്ടെങ്കിൽ ഈ റൂം ക്ലീൻ ചെയ്യാനായിട്ട് നോക്കാം. ഇല്ലെങ്കിൽ ആഴ്ചയിൽ വേറെ ഏതെങ്കിലും ദിവസം ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ജോലിയും കൂടി ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടാൽ നടക്കില്ല. നമുക്ക് പറ്റുന്ന ജോലി ഏതാണെന്ന് ഒരെണ്ണം ചെയ്യാം. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഈ ഒരു വാർഡ്രോബാണ് മെയിനായിട്ടും ഡീപ്പ് ക്ലീൻ ചെയ്തു എന്ന് പറയാം. ഡീപ്പ് ക്ലീൻ അല്ല, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ വാർഡ്രോബ് ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ടാസ്ക് ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് പിന്നെ ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പോണത്. കാരണം ഞാൻ വാർഡ്രോബ് ഒതുക്കലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് റീസെറ്റ് റുട്ടീനിന്. ഈ ബെഡ്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഫാനൊക്കെ പൊടി തുടയ്ക്കുക, മാറാലയൊക്കെ തട്ടി കൊടുക്കുക, പിന്നെ ജനാലകളെല്ലാം തന്നെ നന്നായിട്ട് പൊടി തുടയ്ക്കുക. അപ്പോൾ ഇതൊന്നും നമുക്ക് എല്ലാ ആഴ്ചയും ചെയ്യാൻ പറ്റുന്ന ജോലികളല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറയുന്നത് ഒരു റൂം വെച്ചിട്ട്. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം വൃത്തിക്ക് കിടക്കും. ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടിരിക്കുന്നു ഞാൻ പറയില്ല, പക്ഷെ അത്യാവശ്യം വൃത്തിക്ക് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആഴ്ചയിൽ ഓരോ റൂം വെച്ച് വൃത്തിയാക്കുന്നത്. അങ്ങനെ ജനാലകളെല്ലാം പൊടി തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ഫേർണിച്ചേഴ്സൊക്കെ നമുക്ക് തുടയ്ക്കാം. അതായത് ചെയർ, ടേബിള്, കട്ടിൽ, ഇതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് പൊടി തുടച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ചെറുതായിട്ട് നനച്ചിട്ട് വേണമെങ്കിൽ തുടയ്ക്കാം, പൊടി ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എല്ലാതും തുടച്ചു കൊടുക്കാം കേട്ടോ. ഇനി റൂമിൽ എന്തെങ്കിലുമൊക്കെ ഒതുക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടൈം അനുസരിച്ചിട്ട് ചെയ്യുക. നമുക്ക് ക്ഷീണം വരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക. ക്ഷീണം വരുത്തിക്കൊണ്ട് കൂടുതൽ പണി ചെയ്യേണ്ട ആവശ്യമില്ല, പറ്റണ അത്രയും ചെയ്താൽ മതി. പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ഓഫീസ് സ്പേസ് ഇവിടെ ഉണ്ടല്ലോ, അതിലുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ മാറിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കി വെക്കും. പതിവായിട്ടും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ അവിടെ ഓർഗനൈസ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ വേറെ ഫോട്ടോസോ അല്ലെങ്കിൽ ഫ്രെയിംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെക്കറേഷൻസോ അതൊക്കെ തുടച്ച ശേഷം ഞാൻ ഫ്ലോറെല്ലാം തന്നെ അടിച്ച് വാരി ഫുള്ളായിട്ടും തുടച്ചിടാണ്. ഇനി 8ാമത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് മാറ്റലാണ്. ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും മാറ്റുന്നതാണ്. എൻ്റെ റൂമിലെയും മക്കളുടെ റൂമിലെയും അപ്പച്ചനും അമ്മച്ചിയുടെ റൂമിലെയും. അപ്പോൾ അത് എല്ലാവരും അവരവരുടെ റൂമിൽ അവരവരെന്നെ മാറ്റും. ഷീറ്റ് മാറ്റുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. കാരണം ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ കളേഴ്സ് കണ്ടുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. എനിക്കാണെങ്കിൽ റൂമിൽ നിന്നാണല്ലോ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണത്. ആ റൂമിൽ ഷീറ്റൊക്കെ ഇങ്ങനെ മാറ്റി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് ഞാനെപ്പോഴും ഷീറ്റുകൾ ഇങ്ങനെ പല ടൈപ്പ് കളർഫുൾ ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ വാങ്ങുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആവും ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ഷീറ്റൊക്കെ വിരിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, ക്ലീൻ ആയിട്ടൊരു സ്പേസിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കാം നമ്മുടെ കാര്യങ്ങൾ മനസ്സിലത്തൊക്കെ. പക്ഷേ എല്ലാ സമയത്തും നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കുകയെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിന് തന്നെ ഒരു ഫ്രഷ് ലുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് മക്കളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കലും ചെയ്യണതല്ലാന്ന് എനിക്കറിയാം. ആഴ്ചയുടെ ഇടയിലുള്ള ദിവസങ്ങളിലൊക്കെ വാഷിങ്ങും അയണിങ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും യൂണിഫോമൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക.
അങ്ങനെ ഇത്രത്തോളം ടാസ്കുകൾ ചെയ്തപ്പോൾ നമ്മുടെ വീക്ക്ലി റീസെറ്റ് റുട്ടീൻ ഏകദേശം സെറ്റായി. ഏറ്റവും ലാസ്റ്റ് നമ്മൾ റിലാക്സ് ആയിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിട്ട് ഇരുന്നാലാണ് നമ്മൾക്ക് ആ ഒരാഴ്ചയിലെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും നല്ല ഹാപ്പി ആവണമെന്നില്ല. ചില ദിവസം നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ ആ ദിവസം വിട്ട് കളയുക, പുതിയൊരു അധ്യായം അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുക ഫ്രഷ് ആയിട്ട്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടു കൂടി ഈ ഒരു ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അല്ലാതെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ചില ആഴ്ചകളിൽ പറ്റും, ചില ആഴ്ച പറ്റില്ല. ചില ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റെ റുട്ടീനിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു റീസെറ്റ് റുട്ടീനും കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടമ്മയായിരിക്കാം, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇതിനൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ സങ്കടമുണ്ട്, ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്, ആഴ്ചയിൽ ഒരു ദിവസം ഓഫുള്ളൂ, ആ ദിവസം കൂടി പണിയെടുക്കണം, നമുക്ക് റെസ്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിതെല്ലാം കൂടി ചെയ്യാനൊന്നും നോക്കേണ്ടത്. ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കൊരു ജോബ് ഉണ്ട്, അതിന് ഇമ്പോർട്ടൻ്റ് തന്നെയാണത്. അപ്പോൾ അതില്ലാത്ത പലരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡ് നിങ്ങൾ ചിന്തിക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. വീട്ടിലുള്ളവരെ സഹകരിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവരും കൂടി നമ്മളും കൂടി ജോലിക്ക് പോകുന്നുണ്ട്, അവരുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് പുറത്തുനിന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, വീട് ക്ലീനിങ് പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്തില്ല എന്ന് വെച്ചിട്ടും ഒന്നും ഉണ്ടാകുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ജോലിക്ക് പോകുന്നത് നല്ലതാണോ എന്നൊന്നും ചിന്തിക്കാതെ ഉള്ള ജോലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. കാരണം അത് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്തതാണ് ജോലി. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതില്ലാത്തവരുടെ വിഷമം അവർക്ക് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു റീസെറ്റ് റുട്ടീൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പലരും കമൻസിൽ പറയാറുണ്ട്, നല്ലതായിട്ട് വർക്കൗട്ടായി എന്ന്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.